ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഭാഗം ഓരോ ഭാഗമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ഒരു ഭാഗമാണ്, വളരെ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ഒരു ഭാഗമാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. മതി മതി സാർ, കാര്യങ്ങളെല്ലാം മനസ്സിലായി. യെസ്, ഓക്കെ. അങ്ങനെ നമ്മൾ നാലാമത്തെ പാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും. അപ്പൊ രണ്ട് പ്രസ്ഥാനമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ എൻഡ് ആവുമ്പോഴേക്ക് നമ്മൾ പൂർണ്ണ സ്വരാജ് എന്ത് ഉണ്ടാവും, എത്തിയിട്ടുണ്ടാവും. അപ്പൊ എന്റെ പേര് കിരൺ. നമുക്കപ്പോ ക്ലാസ്സിലോട്ട് പോയാലോ? അപ്പോ നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പൊ ഗാന്ധിജി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം അവസാനിച്ചതിന് ശേഷം പുള്ളി എന്ത് ചെയ്തു? നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അദ്ദേഹം നേരെ എങ്ങോട്ട് പോയി? അലി സഹോദരന്മാരെ കാണാൻ വേണ്ടി പോയി. ഈ ആരാണ് ഈ അലി സഹോദരന്മാർ എന്ന് പറഞ്ഞ വ്യക്തി? ആരാ? അതായത് ഖിലാഫത്ത് പ്രസ്ഥാനം നയിക്കുന്ന വ്യക്തികളാണ് അലി സഹോദരന്മാര്. എന്തിനാ ഗാന്ധിജി അവരെ കാണാൻ പോകേണ്ട കാര്യം എന്താ? ഗാന്ധിജിക്ക് നിസ്സഹകരണ പ്രസ്ഥാനം നടത്തണം, നടത്തിക്കോട്ടെ, എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്നുണ്ട്. രണ്ടിന്റെയും കാരണം ഡിഫറെന്റ് ആണ്. അതായത് നിസ്സഹകരണ പ്രസ്ഥാനം നടത്താനുള്ള കാരണം എന്ന് പറയുന്നത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം നടത്താനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഖലീഫയുണ്ട് തുർക്കിയിൽ, അദ്ദേഹത്തിനെതിരെ നടത്തിയ ബ്രിട്ടീഷുകാരുടെ പ്രത്യാക്രമണമാണ്. ഓക്കെ. എങ്കിൽ രണ്ടിനും രണ്ട് കാരണമാണെങ്കിലും അതായത് രണ്ടുപേരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യണം? പുറത്തു പോകണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നീതി പാലിക്കണം. അപ്പൊ ബ്രിട്ടീഷുകാർ നീതി പാലിക്കുക എന്ന് രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്താണ്? ആക്ച്വലി രണ്ടുപേരും ഒരേ സൈഡിൽ നിന്ന് പറയുന്നതല്ലേ എന്ന് ആര് വിചാരിച്ചു? ഗാന്ധിജി വിചാരിച്ചു. അങ്ങനെ ദേശീയമായ ഒരു ഐക്യം ഉണ്ടാക്കി എടുക്കണം. എന്താണ് ഈ ഐക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും കണ്ട അപ്പ അടിയാണ്. സാറ് ഇതെല്ലാപ്പോഴും ഉള്ളതാണോ? അതെ. ഓക്കെ. ഒരു 700 വർഷമായിട്ട് ഇന്ത്യയിലുള്ള സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? സിസ്റ്റം. അപ്പൊ അതിന് ഒരു എൻഡ് വരുത്താൻ വേണ്ടി ആര് തീരുമാനിച്ചു? ഗാന്ധി തീരുമാനിച്ചു. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒരുമിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടാനുള്ള സാധ്യത എന്താണ്? വളരെ കുറവാണ് എന്ന് ബുദ്ധിമാനായ ഗാന്ധിജിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? നിസ്സഹകരണവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒരുമിച്ച് കൊണ്ടുവരിക. ഓക്കെ. അപ്പൊ ഈ നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1920 ഗാന്ധിജി ആദ്യമായിട്ട് എങ്ങോട്ട് വന്നു? നമ്മുടെ കേരളത്തിലേക്ക് വന്നു. സർ, കേരളത്തിലേക്ക് മാത്രമാണോ വന്നത്? എല്ലാ സുഹൃത്തുക്കളെ. ഓക്കെ. ഇന്ത്യ മുഴുവനും ഗാന്ധിജിയും അലി സഹോദരന്മാരും കൂടി എന്ത് ചെയ്തു? വിപുലമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ 1919 ഒക്ടോബർ 17 അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി തെരഞ്ഞെടുത്തു. ഇനി മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1919 ഒക്ടോബർ 17 മുതൽ ഒക്ടോബർ 17 എന്തായിട്ട് ആചരിക്കും? ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുന്നതായിരിക്കും. ഓക്കെ, ശരി, സമ്മതിച്ചു. ഓക്കെ. അങ്ങനെ ഡൽഹിയിൽ അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരാണ് AK ഫസൽ ഉൽ ഹക്ക്. അപ്പൊ AK ഫസൽ ഉൽ ഹക്ക് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 1920 ഓഗസ്റ്റ് 1 വന്നു. മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം അങ്ങോട്ട് ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ. അങ്ങനെയെങ്കിൽ ഈ ഗാന്ധിജി പറഞ്ഞത് കേട്ടിട്ട് ഗാന്ധിജി എന്ത് പറഞ്ഞു? ആക്ച്വലി ബ്രിട്ടീഷുകാരെ പുറത്താക്കണം. അപ്പൊ ഗാന്ധിജിയോടുള്ള പിന്തുണ കൊണ്ടും ബ്രിട്ടീഷുകാരുള്ള വിരോധം കൊണ്ടും നാട്ടിൽ മുഴുവൻ ബ്രിട്ടീഷുകാരോട് വിരോധം കത്തി നിൽക്കുകയാണ്. എന്താ സാറെ പ്രശ്നം? ജാലിയൻവാലാബാഗാണ് പ്രശ്നം. അതുകൊണ്ട് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ എന്ത് ചെയ്തു? അവരുടെ ജോലി അങ്ങോട്ട് നിർത്തി. അപ്പൊ ഗാന്ധിജി അങ്ങനെ ഹർത്താൽ ആചരിക്കാൻ പോവുകയാണ്. ഓക്കെ. നിസ്സഹകരണമാണ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ആളുകൾ ഒരു പണിക്കും പോകില്ല. സോ ഒരു പണിക്കും പോകില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചിക്കനും കറിയും വെച്ചിരിക്കുകയാണോ ചെയ്യുക? അല്ല. ഗാന്ധിജി പറഞ്ഞു കൊടുത്ത കുറച്ച് പണികളുണ്ട്, അതാണ് ചെയ്യുക. എന്താണ് ഗാന്ധിജി പറഞ്ഞു കൊടുത്ത പണി എന്നുള്ളത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള സത്യാഗ്രഹത്തെ കുറിച്ച് എല്ലാവരും എന്ത് ചെയ്യുക? പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? ക്ലാസ് എടുക്കുക. ഗാന്ധിജി പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഒരു 6 മണിക്കൂർ വേണം. ആ കാര്യം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുക. സ്വന്തമായിട്ട് എന്തെങ്കിലും കഴുത്തോലുണ്ട് എന്താ ചെയ്യുക? പഠിക്കുക. അതായത് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി വയലിൻ വായിക്കാൻ വേണ്ടി നമ്മുടെ ആര് പറഞ്ഞു? ലാലേട്ടൻ പറഞ്ഞു. ഗാന്ധി എന്താ പറഞ്ഞത്? വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നത് വേറെ എന്തെങ്കിലും പഠിക്കലാണ്. ഇപ്പൊ 2026 ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ആക്ച്വലി പോയിട്ട് എന്ത് പഠിക്കുക? AI പഠിക്കുക. ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്കാർ ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ബ്രിട്ടീഷുകാർ എന്തെങ്കിലും പദവിയും ബഹുമതിയും തന്നിട്ടുണ്ടോ? എല്ലാം എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. അവർ തന്ന ഒരു പദവിയും ബഹുമതിയും എന്ത് ചെയ്യണ്ട? നമുക്ക് വേണ്ട. ബ്രിട്ടീഷ് കോടതിയിൽ വക്കീലന്മാർ പോകില്ല. ബ്രിട്ടീഷ് നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ പോകില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പോകില്ല. ഓക്കെ. വിദേശത്ത് നിർമ്മിത വസ്തുക്കൾ കണ്ട അപ്പം എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ബഹിഷ്കരിക്കും. നമുക്ക് സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്ത് മതി? സ്വദേശി മതി, എന്ത് വേണ്ട? വിദേശി വേണ്ട.
ഇങ്ങനെയുള്ള സിസ്റ്റമാണ് അവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഓക്കെ, എങ്കിൽ വിദേശ തുണി കണ്ട ഉടനെ ആളുകൾ എന്ത് ചെയ്തു, അപ്പ പിടിച്ച് അങ്ങോട്ട് കത്തിച്ച്. അങ്ങനെ 1920-നും 1922 ഇടയ്ക്ക് വിദേശ തുണികൾ ഇറക്കുമതി എന്ത് ചെയ്തു, ഗണ്യമായി കുറഞ്ഞു. ബ്രിട്ടൻ ഒന്ന് ഞെട്ടി എന്ന് തന്നെ പറയാം. കാരണം ബ്രിട്ടന്റെ പ്രധാനപ്പെട്ട വരുമാനം ഇന്ത്യയിൽ നിന്നുള്ള എന്താണ്, ആക്ച്വലി ഈ തുണിക്കച്ചവടമാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാനം. ഇത് ഗാന്ധിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അതിന് ബ്രിട്ടൻ എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് ഞെട്ടിയ സമയമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സ്വദേശി വസ്തുക്കളുടെ, അതായത് നമ്മുടെ മൂക്കില്ലാരായത് തിലകൻ പറയുന്ന പോലെ, ഈ ഡ്രസ്സ് ഞാൻ എന്റെ സ്വന്തം ചർക്കയിൽ എന്റെ സ്വന്തം വീട്ടിലിട്ട ഡ്രസ്സാണ്, ഓക്കെ എന്ന് പറയുന്ന പോലെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഖാദി തുണികൾ എന്താ പറയുക, ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ അല്ലെ? അതിന്റെ കൂടെ ഇപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം പറഞ്ഞ വീട്ടിലിരിക്കില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറഞ്ഞില്ലേ? അതേപോലെ ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറഞ്ഞില്ലേ? കൂടെ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടുകൂടായ്മ ഇല്ലാതാക്കണം. അതായത് SC ST കൾക്കുള്ള വിവേചനം എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്തായിരിക്കണം, ദോസ്തി ആയിരിക്കണം. രണ്ടുപേരും എന്തായിരിക്കണം, എന്താ പറയാ, വളരെ ഒരുമിച്ച് നിൽക്കണം. ഇതെല്ലാം ചെയ്താലേ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഗാന്ധിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അടുത്ത മദ്യം എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. മദ്യം ഒരു വളരെ പ്രശ്നമുള്ള സംവിധാനമാണ്. ഓക്കെ, അത് എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. ഇതെല്ലാം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ചർക്ക എന്ന് പറഞ്ഞ വീട്ടിലെന്താ ഒരു ഉപകരണമായിട്ട് മാറി. എന്ന് വെച്ചാൽ ഇന്നിപ്പോ തയ്യൽ മെഷീൻ ഉണ്ടാവില്ലേ ഒരുപാട് വീടുകളില്, അപ്പൊ എല്ലാവരും എന്തെങ്കിലുമൊക്കെ തെക്കുമല്ലോ, അതേപോലെ എന്തായി, ചർക്ക ഒരു തയ്യൽ മെഷീൻ ആയിട്ട് മാറി. സോറി, ചർക്ക ഒരു തയ്യൽ മെഷീൻ ആയിട്ട് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർക്ക എല്ലാ വീട്ടിലും എന്ത് ചെയ്തു, ഡ്രസ്സ് ഉണ്ടാക്കാനുള്ള ഉപകരണമായിട്ട് മാറി. വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യും, ബഹിഷ്കരിക്കുക. സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനോട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പരിപാടികൾ ശരിയാണോ തെറ്റാണോ പഠിച്ചൊക്കെ റിവൈസ് ചെയ്യാം. നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓക്കെ, അപ്പൊ ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, 1920 ഓഗസ്റ്റ് 1 ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശരിയാണോ? അതെ. 1920 ഓഗസ്റ്റ് 1 ഗാന്ധി എന്ത് ചെയ്തു, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 2, ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടിയുടെ ഭാഗമായിരുന്നു. യെസ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ബ്രിട്ടീഷുകാർ ഗോ ബാക്ക് മാത്രമല്ല, ബ്രിട്ടീഷുകാരെ പുറത്താക്കൽ മാത്രമല്ല, ഇന്ത്യക്കാരെ ചേഞ്ച് ചെയ്യലും കൂടിയാണ് എന്ത്, നിസ്സഹകരണ പ്രസ്ഥാനം. മനസ്സിലായി? നമ്പർ 3, ഏത് വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാന ലക്ഷ്യം. കറക്റ്റ് ആണ്. ഓക്കെ, ഏത് വിധേന നമുക്ക് എന്ത് ചെയ്യണം, സ്വയംഭരണം നേടിയെടുക്കണം. സ്വയംഭരണം നേടിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം, മരിക്കണം എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു സത്യാഗ്രഹിയാണ്. ആരുടെ? ഗാന്ധിജിയുടെ സത്യാഗ്രഹം ഫോളോ ചെയ്യുന്ന സത്യാഗ്രഹിയാണ്. ഒരടി അടിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, അടുത്ത കവളും കാണിച്ചു കൊടുക്കും. മൂന്നാമത് അടിച്ച് എന്ത് ചെയ്യും, നിങ്ങൾ അടുത്ത കവളും കാണിച്ചു കൊടുക്കും. അവരിങ്ങനെ അടിച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും, മരിക്കാൻ തയ്യാറാകും. സ്വന്തം മരണത്തിലൂടെ, സ്വന്തം രക്തസാക്ഷിത്വത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിയെടുക്കുന്നതായിരിക്കും. ഇതാണ് ഗാന്ധിജിയുടെ പരിപാടി. മനസ്സിലായ? ഗാന്ധിജി എന്ന് വെച്ചാൽ ചെറിയൊരു മനുഷ്യനല്ല. അദ്ദേഹം എന്താ, ഒരു വമ്പൻ സംഭവമാണ്, ഒരു പ്രസ്ഥാനമാണ്. ഓക്കെ, പ്രസ്ഥാനം. നമ്പർ 4, ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കലിലേക്ക് നയിച്ചു. സാർ ഇത് പഠിച്ചില്ലല്ലോ. പഠിച്ചില്ലെങ്കിലോ എന്താ, ശരിയാണ്. അപ്പൊ പഠിപ്പിക്കില്ലേ? പഠിപ്പിക്കുക ഇപ്പൊ പഠിപ്പിക്കുക. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യും, വരുന്നതായിരിക്കും. നിസ്സഹകരണ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തേ. ഇതിൽ 4 ക്വസ്റ്റ്യനും ഇല്ലേ? ഒരു വഴിക്ക് പോകുമ്പോൾ 3 പഠിച്ചെങ്കിൽ ഒരെണ്ണം കൂടി പറയുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം എന്താ, നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ 1, 2, 3, 4 എല്ലാം എന്താ, ശരിയാണ്. എങ്കിൽ ഓപ്ഷൻ ഡി എന്ത് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് വരുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു ജനങ്ങളുടെ പ്രതികരണം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത്? വിദ്യാർത്ഥികൾ കൂലങ്കഷമായി എന്ത് ചെയ്തു, പ്രതികരിച്ചു. അവർ സ്കൂളുകളും കോളേജുകളും ഉപയോഗിച്ച് എന്ത് ചെയ്തു, പ്രസ്ഥാനത്തിൽ ചേർന്നു. മധ്യവർഗക്കാർ. ഓക്കെ, തുടക്കത്തില് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് എന്തായിരുന്നു, മധ്യവർഗക്കാരായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അവർക്ക് ആകെ ഡൗട്ടായി, ഈ ഗാന്ധിജി എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്താ ഈ പറയണത്? ഞങ്ങൾക്കാണെങ്കിൽ സത്യാഗ്രഹം പറഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവണമില്ല. ഇതില് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറയുന്നുണ്ട്, ആകെ പരിപാടിയുണ്ട്, എപ്പ സ്വാതന്ത്ര്യം കിട്ടും ഉറപ്പില്ല, അതിനുവേണ്ടി എന്ത് ചെയ്യണം, മരിക്കാൻ വേണ്ടിയും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ എന്ന് വിചാരിച്ച് മധ്യവർഗക്കാർ തുടക്കത്തിൽ നല്ല എന്താണ്, ഇമോഷനാണ്. തുടക്കത്തിൽ നല്ല അടിപൊളിയായിട്ട് എന്താണ് വർക്ക് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അവരുടെ വർക്കിംഗ് സ്റ്റൈലൊക്കെ എന്ത് ചെയ്തു, അങ്ങോട്ട് പോയി. ഓക്കെ, ബിസിനസ്സുകാർ സ്വദേശി ഉപയോഗത്തിന് വേണ്ടി ദേശീയവാദികൾ എന്തു പറഞ്ഞു, സ്വദേശി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞില്ലേ? ബിസിനസ്സുകാർക്ക് എന്താണ്, വൻ ലാഭം. ഇന്ത്യൻ ബിസിനസ്സുകാർ എന്താണ്, ആക്ച്വലി ഈ സാമ്പത്തിക ബഹിഷ്കരണത്തിന് വലുതായിട്ട് എന്ത് കൊടുത്തു, പിന്തുണ കൊടുത്തു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, കർഷകരുടെ എന്തുണ്ടായിരുന്നു, വമ്പൻ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. എന്നാലും ഈ കർഷകർക്കിടയിൽ എപ്പോഴും അടിയാണ്. എന്താ അടി? എന്താ, താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും തമ്മിൽ എപ്പോഴും അടിയാണ്. അപ്പൊ ഗാന്ധിക്ക് മനസ്സിലായി, ഹിന്ദു മുസ്ലിം ഐക്യം
എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് തൊട്ടുകൂടായ്മ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. എന്തുകൊണ്ടാണ് ഗാന്ധിക്ക് അങ്ങനെ തോന്നിയത്? നമ്മൾ ഒന്നായി നിന്നില്ലെങ്കിൽ, ഓക്കെ, നമ്മളിൽ ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ ഡിവിഷനായി നിന്നെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എന്ത് കിട്ടും? അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അവർക്ക് എന്ത് കിട്ടും? ഒരു അഡ്വാൻസ്മെന്റ് കിട്ടും. അങ്ങനെ കിട്ടാൻ പറ്റില്ലല്ലോ. ബ്രിട്ടീഷുകാർക്ക് എന്തെങ്കിലും അഡ്വാൻസ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എപ്പോഴും ഇന്ത്യക്കാരിൽ എല്ലാവരും എന്താ, എന്തിന്റെങ്കിലും പേരിൽ എപ്പോഴും അടിയായിരിക്കും. റിലീജിയന്റെ പേരിലാവാം, കാസ്റ്റിന്റെ പേരിലാവാം, വേറെ എന്തിന്റെങ്കിലും പേരിലാവാം, അല്ലെങ്കിൽ സൗത്ത് നോർത്ത് ഡിവൈഡ് ആവാം. എന്തിന്റെ പേരിൽ എന്താ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ അടി ഉണ്ടാവും. ഈ അടിയെ എന്താ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ പോളിസി നമ്മൾ പഠിച്ചല്ലേ. ഈ അടിനെ കുറിച്ച് എന്താ, അതിന് നന്നായിട്ട് യൂട്ടിലൈസ് ആയിട്ടാണ് ആര് ജയിക്കുന്നത്? ബ്രിട്ടീഷുകാർ ജയിക്കുന്നത്. അപ്പൊ ഗാന്ധിജിക്ക് ഇതില് രണ്ടടി പ്രധാനമായിട്ട് ഒഴിവാക്കണം. ഒന്നാമത്തെ അടി എന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നുള്ള പ്രശ്നം. രണ്ടാമത്തെ അടി എന്ന് പറയുന്നത് താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും എന്നുള്ള പ്രശ്നം. ഓക്കെ, ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പറ്റുള്ളൂ. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഈ പ്രശ്നം കണ്ടായിരുന്നു. അതുകൊണ്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു? ഈ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടാൻ വേണ്ടി ഉപയോഗിച്ചു. ഓക്കെ, ഈ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം, വരാം. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് എന്താണ് ആക്ച്വലി, ബ്രിട്ടീഷുകാർക്കും എതിരെ ജനങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അധ്വാനിക്കുന്ന വിഭാഗങ്ങൾക്ക്, അതായത് തൊഴിലാളികൾക്ക് ഒരു പ്രതിച്ഛായല്ല, ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുത്ത സമരമാണ് എന്ത്? നിസ്സഹകരണ പ്രസ്ഥാനം. സാർ, അവിടെ ഇന്ത്യൻ യജമാനന്മാർക്കും മർദ്ദകർക്കും എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെന്താ ഈ സാധനം? എന്താ ഇന്ത്യൻ യജമാനന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരായ ആരാ? സമീന്ദർമാർ. അപ്പൊ ഈ തൊഴിലാളികൾ പ്രകടനം നടത്തുന്ന ഇന്ത്യക്കാരായ ബിസിനസ്സുകാരും ഉണ്ട്, ഇന്ത്യക്കാരായ സമീന്ദർമാരും ഉണ്ട്, ബ്രിട്ടീഷുകാരും ഉണ്ട്. കാരണം ബ്രിട്ടീഷുകാർക്ക് ഒറ്റയ്ക്കോടെ ഭരിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ഭരിക്കണമെങ്കിൽ ഇന്ത്യക്കാരുടെ സഹായം വേണ്ടേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കേ. 1,00,000 വരുന്ന ബ്രിട്ടീഷുകാർ 30 കോടിയോളം വരുന്ന ഇന്ത്യക്കാരെ ഭരിക്കണമെങ്കിൽ ആ 1,00,000 വരുന്ന ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ സപ്പോർട്ട് ഇല്ലാതെ ഭരിക്കാൻ പറ്റുമോ? പറ്റില്ല മക്കളെ, പറ്റില്ല. അപ്പൊ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ഉയർന്ന മധ്യവർഗവും ഇല്ലേ, അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ ബ്രിട്ടീഷുകാരെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൽ തന്നെ മുതലാളി എപ്പോഴും ആടെ കൂടിയായിരിക്കും? ബ്രിട്ടീഷുകാരുടെ കൂടെ. ജമീന്ദാർമാർ എപ്പോഴും ആടെ കൂടിയായിരിക്കും? ബ്രിട്ടീഷുകാരുടെ കൂടെ. എങ്കിൽ ഈ സാധാരണ ജനങ്ങൾക്ക് ഇവർക്കത് പ്രതികരിക്കാൻ വേണ്ടി എന്ത് വേണം? ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക എന്ന പണിയാണ് ആര് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഗാന്ധി ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ? ഡൺ. ഓക്കെ, എങ്കിൽ സ്ത്രീകൾ വരികയാണ് മക്കളെ. എങ്ങോട്ട്? എന്താ പറയാ, സ്വാതന്ത്ര്യ സമരത്തിലേക്ക്. അപ്പൊ നമ്മൾ പഠിച്ചു, ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ ആരാ? കർഷകർ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നു. അഹമ്മദാബാദ് മിൽ സത്യാഗ്രഹത്തിലൂടെ തൊഴിലാളികൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നു. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ എന്താ, വിദ്യാർത്ഥികൾ, പ്രധാനമായ ആര്? സ്ത്രീകൾ എവിടേക്ക് വന്നു? എന്താ പറയാ, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നു. അപ്പൊ സ്ത്രീകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മക്കളെ സംഭവം എന്താണ്? ആക്ച്വലി വൻ വിജയമായിട്ട് മാറും. ഈ നിസ്സഹകരണ പ്രസ്ഥാനം വലിയ വിജയമാവാൻ പ്രധാനപ്പെട്ട കാരണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ആളുകളുടെ പേരാണ് സ്ത്രീകൾ. 3 പേരുണ്ടാ? ഇല്ല, ഒരാൾ, ഒരു സ്ത്രീ. സാർ, ഇത്രയും മോശം ജോക്ക് പറയരുത്. ഇടയ്ക്ക് ഒരു ജോക്ക് അങ്ങനെ ഇരുന്നോട്ടെ, ക്ഷമിക്ക്. ഓക്കെ, അപ്പൊ സ്ത്രീകൾ വൻതോതിൽ എന്ത് ചെയ്തു? പങ്കെടുത്തു. അവർ എവിടെ പർദ്ദ കണ്ടാൽ അപ്പൊ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. സോ പർദ്ദ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്കറിയാം. ഓക്കെ, ആ മുസ്ലിം സ്ത്രീകൾ ഇടുന്ന സാധനം. അത് മാത്രമല്ല മക്കളെ, പർദ്ദ എന്ന് പറഞ്ഞാൽ പർദ്ദ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ എന്ത് ചെയ്യണം? മൊത്തമായിട്ട് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ്. അത് ഹിന്ദുക്കളിലുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. സാറേ, എല്ലാത്തിലും ഉണ്ടാ? എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, നമ്മുടെ രാജാറാം മോഹൻ റോയ് ഒക്കെ നവോത്ഥാനത്തിലൂടെ ഹിന്ദു സ്ത്രീകൾ എന്ത് ചെയ്തു? ഈ പർദ്ദ സിസ്റ്റം ഒഴിവാക്കി. നമ്മുടെ അവിടെ എന്താ പറയാ, എവിടെ വെസ്റ്റേൺ സൈഡില് യൂറോപ്പിലും നവോത്ഥാനത്തിലൂടെ ക്രിസ്ത്യൻ സ്ത്രീകൾ എന്ത് ചെയ്തു? പർദ്ദ സിസ്റ്റം ഒഴിവാക്കി. ഇപ്പൊ തൽക്കാലത്തേക്ക് പർദ്ദ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ? ഇസ്ലാമിക് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പർദ്ദ എന്ന് കേട്ട ഉടനെ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് വന്നത്? ഇസ്ലാമിക് സ്ത്രീകൾ വന്നത്. അപ്പൊ സ്ത്രീകൾ എന്ന അവിടെ എഴുതിയിട്ടുള്ളൂ, ഇസ്ലാമിക് സ്ത്രീകൾ എന്ന് എഴുതിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്ന വർഷം 1900 എപ്പോഴാണ്? 30 ഓക്കെ, സോറി, 30 അല്ലല്ലോ, 1920 1920 എല്ലാ സ്ത്രീകളും, അതായത് അത് ഹിന്ദു സ്ത്രീകളായിക്കോട്ടെ, ക്രിസ്ത്യൻ സ്ത്രീകളായിക്കോട്ടെ, മുസ്ലിം സ്ത്രീകളായിക്കോട്ടെ, ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യും? പർദ്ദ ഇടുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തെ പതുക്കെ മാറ്റുക എന്ന് പറഞ്ഞ പരിപാടി എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്തു? നടന്നു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഒരു പരിപാടി മാത്രമല്ല, നമ്മുടെ സൊസൈറ്റി എന്താണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാലഗംഗാധര തിലകൻ മരിച്ചില്ലേ? തിലക് ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ തിലക് ഫണ്ടിലേക്ക് സ്ത്രീകൾ എന്ത് ചെയ്തു? അവരുടെ ആഭരണങ്ങൾ അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, ഉള്ള ആഭരണങ്ങളൊക്കെ എന്താ? കൊടുക്കുകയാണ് ആര്? സ്ത്രീകൾ. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് മഹാത്മാഗാന്ധി എന്ത് ചെയ്തത്?
തിലക് സ്വരാജ് ഫണ്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചത്. നിസ്സാര പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചു. ഒരു പ്രസ്ഥാനം ആരംഭിച്ചു കഴിഞ്ഞാൽ പൈസക്ക് ചെലവില്ലേ? എന്താ സാർ പൈസക്ക് ചെലവ്? എന്റെ മക്കളെ രാജ്യം ഒട്ടാകെ ചുറ്റണം, ഈ പ്രസ്ഥാനത്തിൽ വരുന്നവർ കുടിക്കാൻ വെള്ളം കൊടുക്കണം, ഓക്കെ, അവർക്ക് എന്ത് കൊടുക്കണം, ഇടയ്ക്ക് ഒരു നേരമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കണം. സോ ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ ലക്ഷക്കണക്കിന് ആൾ വന്നാൽ അവർക്ക് ഒരു നേരം ഭക്ഷണം നിങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യും. പൈസ ഇല്ല, പൈസ ഇത് എവിടെന്നാ പൈസ വരിക? ബ്രിട്ടീഷുകാരെന്ന് പോയി ചോദിക്കാൻ പറ്റുമോ? ഓക്കെ, അവർക്ക് സമരം ചെയ്യാൻ വേണ്ടി അവർക്കായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം തീർന്നില്ലേ? അങ്ങനെയെങ്കിൽ ജനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? പൈസ തരേണ്ടത്. ഇത് മനസ്സിലാക്കിയ ഗാന്ധിജി ബാലഗംഗാധര തിലകന്റെ പേരിൽ എന്ത് ചെയ്യുന്നു? ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഫണ്ടിന്റെ പേരാണ് സ്വരാജ് ഫണ്ട്. ഓക്കെ, എന്താണല്ലോ? അതെ. എങ്കിൽ ഈ സ്ത്രീകളുടെ ഇത്രയും വലിയ ഒരു കോൺട്രിബ്യൂഷൻ കാരണം 1 കോടി രൂപ എന്താ സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഈ പരിപാടി എന്ത് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, വൻ തുക നമുക്ക് എന്ത് ചെയ്തു? സംഭരിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലഗംഗാധര തിലകന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച്, എപ്പോഴാണ് സാർ ബാലഗംഗാധര തിലകന്റെ 1ാം ചരമവാർഷികം? അത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട മാസ ദിവസമാണ് 1 ഓഗസ്റ്റ് 1921. ഓഗസ്റ്റ് 1, 1921 ബാലഗംഗാധര തിലകൻ എന്ത് വരുന്നത്? 1ാം ചരമവാർഷികം വരുന്നത്. അന്നാണ് ഗാന്ധി എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? തിലക് സ്വരാജ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് തിലക് സ്വരാജ് ഫണ്ടിന്റെ ലക്ഷ്യം? 1 കോടി രൂപ എന്ത് ചെയ്യുക? സ്വരൂപിക്കുക. 1920 1 കോടി രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 എന്താണ് ആക്ച്വലി ഒക്കെ ഒരു 20 കോടി രൂപയ്ക്ക് എന്താണ് തുല്യമാണ്. വമ്പൻ തുകയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? സ്വരൂപിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വിദേശ തുണിത്തരങ്ങളും മദ്യവും വിൽക്കുന്ന കടകൾ മൂലം എന്ത് ചെയ്തു? സ്ത്രീകൾ സജീവമായി എന്ത് ചെയ്തു? പിക്കറ്റിംഗ് നടത്തി. അപ്പൊ വിദേശ വസ്ത്രം നടത്താൻ എന്ത് ചെയ്യും? അത് കത്തിക്കാൻ നോക്കും. മദ്യം വിൽക്കുന്ന കടയെ എന്ത് ചെയ്യും? അടിച്ചോടിപ്പിക്കാൻ നോക്കും. പോലീസ് വെടിവെപ്പ് നടത്തി. നിരവധി ജീവൻ എന്ത് ചെയ്തു? അപഹരിച്ചു. എത്ര പേര് മരിച്ചാലും സ്വാതന്ത്ര്യം കിട്ടുന്നവരെന്ത് ചെയ്യും? നമ്മൾ പ്രതികരിക്കും. ഏത് വിധേനയും സ്വരാജ് നേടിയെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. കറക്റ്റ് അല്ലേ? ഓക്കെ, കോൺഗ്രസിന് എന്ത് പറഞ്ഞു? നിങ്ങൾ ഇനി മുതൽ നിയമവിരുദ്ധമാണ്. ഖിലാഫത്ത് വളണ്ടിയർമാർ എന്ത് പറഞ്ഞു? നിങ്ങൾ ഇനി മുതൽ എന്താ? നിയമവിരുദ്ധമാണ്. നിങ്ങൾ എല്ലാവരും എന്താ? നിയമവിരുദ്ധമാണ്. അപ്പൊ എന്താണ് സാർ നിയമം? ബ്രിട്ടീഷുകാർ പറയുന്നത് മാത്രമാണ് എന്ത്? നിയമം. ഇനി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. ഗാന്ധിജി ഒഴികെയുള്ള എല്ലാ നേതാക്കന്മാരും എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. അത് സാറേ ഗാന്ധിജിയെ തൊടാത്തത്. ഓക്കെ, ഗാന്ധിജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം, അഹിംസ, ത്യാഗം. അദ്ദേഹം ചെയ്യുന്ന എല്ലാവരുടെ എന്തായിരിക്കും? സമാധാനത്തിന്റെ പാതയിലായിരിക്കും. അതുകൂടാതെ ഗാന്ധിജിയെ തൊട്ട് കഴിഞ്ഞാൽ ഈ പരിപാടി എന്താ? നിന്നടത്തുനിന്ന് കത്തുമെന്ന് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർ വളരെ തന്ത്രപരമായി ഗാന്ധിജി ഒഴികെയുള്ള എല്ലാ നേതാക്കന്മാരും എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. ആരാണ് സാർ ആ നേതാക്കന്മാർ? ആരാണ് ഗാന്ധിജി കൂടെ ഉണ്ടായിരുന്നത്? ഓക്കെ, ഇത്രയും വലിയ അഡ്രിനാലിൻ വരാനുള്ള കാരണം എന്താ? അത് സ്വാതന്ത്ര്യ സമരം അല്ലേ? ഓക്കെ, ഇരുന്നോട്ടെ. സി രാജഗോപാലാചാരി, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപബന്ധു ദാസ്, അജ്മൽ ഖാൻ, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു എല്ലാവരും എന്തുണ്ടായിരുന്നു? ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, യങ്സ്റ്റേഴ്സ് ആണ് ഈ പ്രസ്ഥാനത്തിലുള്ളത്. സാർ വല്ലഭായ് പട്ടേൽ യങ്സ്റ്റേഴ്സാ? എന്റെ മക്കളെ 1947 വല്ലഭായ് പട്ടേലിന്റെ ചിത്രവും കണ്ടിട്ട് എന്താണ് പുള്ളി വയസ്സായാണെന്ന് പറയരുത്. ഇത് വർഷം 1920. അപ്പൊ പുള്ളി എന്താണ്? ഒരു യങ്സ്റ്റർ തന്നെയാണ്, യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പൊ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അജ്മൽ ഖാൻ, ഗോപബന്ധു ദാസ്, വല്ലഭായ് പട്ടേൽ, സി രാജഗോപാലാചാരി എല്ലാവരും എന്തുണ്ടായിരുന്നു? ഗാന്ധിജിയുടെ സഹായത്തിനുണ്ടായിരുന്നു. ഓക്കെ അല്ലെ? അപ്പോ ജവഹർലാലിന്റെ അച്ഛനായ മോത്തിലാൽ നെഹ്റുവും ചിത്തരഞ്ജൻ ജാസും കൂടി എന്ത് ചെയ്തു? അവര് അഡ്വക്കേറ്റ്സ് ആയിരുന്നു, അഭിഭാഷ വൃത്തിയിലായിരുന്നു. അത് ഉപേക്ഷിച്ച് എന്ത് ചെയ്തു? പ്രസ്ഥാനത്തിൽ ചേരുകയും ചെയ്തു. നല്ല കാര്യം. ഓക്കെ, അങ്ങനെ 1922 ഫെബ്രുവരി 5 വന്നു. എന്താണ് സാർ സംഭവിച്ചത്? ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ താന എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് പോലീസുകാരും എന്താ, താന സ്ഥലമല്ല, ജനക്കൂട്ടവും താനയിലെ പോലീസുകാരും, താന എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ, അത് ഹിന്ദി വേർഡാണ്. ഓക്കെ അല്ല? അപ്പൊ പോലീസുകാരൻ ചേർന്ന് എന്തായി? സംഘർഷം ഉണ്ടായി. 22 പോലീസുകാരെ ജനം എന്ത് ചെയ്തു? അങ്ങോട്ട് തട്ടിക്കളഞ്ഞു. ഗാന്ധിക്ക് ആകെ വിഷമമായി. വിഷമമേ വിഷമം. ഓക്കെ, അപ്പൊ ഗാന്ധി എന്ത് പറഞ്ഞു? നിങ്ങൾ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല, ആദ്യം എന്ത് ചെയ്യണം? പോയി പഠിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? അത് പിന്നെ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഒന്നേന്ന് എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി എല്ലാവരും ഭയങ്കര ദേഷ്യം. കഷ്ടപ്പെട്ട് നൂറുകണക്കിന് ആള് ജീവനും കളഞ്ഞിട്ട് ഇത്രയും നാളന്ന് ഒരു വർഷത്തിനുള്ള എന്ത് കിട്ടും? സ്വാതന്ത്ര്യം കിട്ടുന്നു പറഞ്ഞും ചെയ്ത് സ്വരാജ് കിട്ടുന്നു പറഞ്ഞിട്ട് എന്താ ഇരുന്നിരിക്കുന്ന ഈ സമയത്ത്, സ്വാതന്ത്ര്യമല്ല സോറി, സ്വരാജ് കിട്ടുന്നു പറഞ്ഞിട്ട് ഇരുന്നിരിക്കുന്ന ഈ സമയത്ത് ഏതോ ഒരു സ്ഥലത്ത് 22 പേരെ, അതും ഏറ്റവും കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ അന്യായമായ നടപടിക്കെതിരെ ജസ്റ്റ് പോയിട്ട് ഒന്ന് പ്രതികരിച്ചതിന് എന്താ ഈ മൊത്തം പരിപാടി പിൻവലിക്കുക എന്ന് വെച്ചാൽ അത് ശരിയാണോ തെറ്റാണോ എന്നതിന്റെ പുറത്ത് നിന്നത് ഈ 2026 ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇത്രയും കാര്യമൊക്കെ അല്ലേ? മനസ്സിലായ? ഓക്കെ. ഈ വാർത്ത ഗാന്ധി എന്ത് ചെയ്തു? ഞെട്ടി. കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. മാമ എന്ത് ചെയ്തു? ഞെട്ടി. ഓക്കെ. അങ്ങനെ പ്രസ്ഥാനത്തിന്റെ ഈ വർദ്ധിച്ചു വരുന്ന അക്രമ രീതികൾ എന്ത് ചെയ്യില്ല, ഗാന്ധിക്ക് ഇഷ്ടമല്ല. ഗാന്ധിക്ക് അക്രമം എന്ന് പറഞ്ഞാൽ എന്തല്ല, അപ്പൊ ഇഷ്ടമല്ല. അപ്പൊ ഗാന്ധി എന്ത് ചെയ്തു? പ്രസ്ഥാനം മൊത്തമായിട്ട് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 1922 ഫെബ്രുവരി 12 ഗാന്ധി എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. 1922 മാർച്ച് 10 ഗാന്ധി എന്ത് ചെയ്തു? അങ്ങോട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഏർവാഡ ജയിലിൽ അടച്ചു. എവിടെയാണ് സാർ ഈ ഏർവാഡ? ഗോരഖ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗോരഖ്പൂർ ജില്ലയിലാണ്. എവിടെയാണ് ഈ ഗോരഖ്പൂർ ജില്ല? നമ്മുടെ ഉത്തർപ്രദേശിൽ. ഓക്കെ. സോറി, ഏർവാഡ അവിടെയല്ല, ഏർവാഡ ജയിലിൽ അടച്ചു. ചൗരി ചൗര എവിടെയാണ്? ഗോരഖ്പൂർ ജില്ലയിലാണ്. അതെവിടെയാ? ഉത്തർപ്രദേശിലാണ്. ഓക്കെ. അപ്പൊ ഗാന്ധിക്കെതിരെയുള്ള കോടതികൾ നടപടി നടത്തിയ ജഡ്ജിയുടെ പേരാണ് ജസ്റ്റിസ് C.N. ബ്രൂംഫീൽഡ്. ഓക്കെ. ഗാന്ധിക്ക് എത്ര വർഷം തടവ് ശിക്ഷ കൊടുത്തു? 6 വർഷം. 6 വർഷം പോയി ഏർവാഡ ജയിലിൽ ഇരിക്കുക. ഓക്കെ അല്ലെ? എങ്കിൽ C.R. ദാസ്, മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു എല്ലാവരും എന്ത് പറഞ്ഞ്, വാട്ട് ഈസ് ദിസ്? ഓക്കെ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താ അഭിഭാഷക വൃത്തിയും ഇത്ര വലിയ പണവും പദവികളും എല്ലാം മാറ്റിവെച്ച് അങ്ങയുടെ പിന്നാലെ വന്നതിന് വാട്ട് യു ആർ ഡൂയിങ് ദിസ്, വൈ യു ആർ ഡൂയിങ് ദിസ് എന്നാണ് പറഞ്ഞ്. ഇവരെല്ലാരും പറഞ്ഞു. ഓക്കെ. എല്ലാരും എന്ത് പറഞ്ഞു? വിയോജിപ്പ് കൊണ്ടുവന്നു. ഈ പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ? സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ഇതൊരു ദേശീയ ദുരന്തമാണ്, ദിസ് ഇസ് എ നാഷണൽ ട്രാജഡി. അതെന്താ? സ്വരാജ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇത്ര അധികം ജനങ്ങൾ എന്താ തെരുവിലിറങ്ങുന്നത്. കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് 1885 കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ വർഷം 1920. ഇത്രയും ജനക്കൂട്ടത്തെ ഇതുവരെയായിട്ട് കോൺഗ്രസും കണ്ടിട്ടില്ല, നേതാക്കന്മാരും കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവർക്കും എന്താ മനസ്സിലായി? ആക്ച്വലി നമ്മൾ കുറച്ചുകൂടി പിടിച്ചു നിന്നിരുന്നെങ്കിൽ എന്ത് കിട്ടുമായിരുന്നു? നമ്മുടെ സ്വാതന്ത്ര്യ ദിനം 1923 ആവുമായിരുന്നു എന്നാരുണ്ട്? ഈ പറഞ്ഞ എല്ലാവരുടെ മനസ്സിലുണ്ട്. ആരൊക്കെയാണത്? C.R. ദാസ്, മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു. എന്തൊക്കെ പറഞ്ഞാലും സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു? ഒരു പടിക്ക് മുന്നിൽ പോയിട്ട് ഇതൊരു ദേശീയ ദുരന്തം തന്നെയാണ് എന്ത് ചെയ്തു? അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ അല്ലെ? ഇനി ഈ പ്രസ്ഥാനത്തിന്റെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ചൗരിചൗര മാത്രമല്ല. അതായത് പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണം ചൗരിചൗര മാത്രമല്ല, ബ്രിട്ടീഷുകാർ മിണ്ടണില്ല. ഓക്കെ. കുട്ടി മിണ്ടണില്ല എന്ന് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ എന്താ മിണ്ടണേ ഇല്ല. ഫുൾ ഡയലോഗ് അടിക്കുന്നത് ഗാന്ധിജിയും ബാക്കിയുള്ളവരും. ബ്രിട്ടീഷുകാർ എന്താ? ഉം ഉം ഞങ്ങൾ സംസാരിക്കാൻ വരൂല, ഞങ്ങക്ക് സംസാരിക്കണ്ട എന്ന രീതിയിലാണ് ആര്? ബ്രിട്ടീഷുകാരാണുള്ളത്. ഓക്കെ അല്ലെ? എങ്കിൽ കൽക്കട്ട, ബോംബെ, മദ്രാസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതിന്റെ പ്രതികരണം എന്താ? കുറച്ച് പരിമിതമാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇതിന്റെ പ്രതികരണം എന്താണ്? പരിമിതമാണ്, വലിയ വലിയ സിറ്റീസിൽ. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിലും സ്ത്രീകൾ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന വിജയത്തിന് കാരണം ആരാ? സ്ത്രീകളാണ്. അപ്പൊ അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പ്രതികരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അഹിംസയുടെ രീതി പഠിക്കാൻ പറ്റിയിട്ടില്ല. സാർ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കേ മനസ്സിലായിട്ടില്ല എന്താണ് ഈ അഹിംസ എന്നുള്ളത്. ഓക്കെ. പിന്നെയാണ് ഇവരെ കൊണ്ട് അഹിംസ പഠിക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ മൈൻഡ് വോയിസ് കറക്റ്റ് സെയിം തന്നെയാണ്. 3-3.5 മണിക്കൂർ എന്നിട്ട് അഹിംസയിലുണ്ട്. അതിൽ സ്വയം സഹനം നടത്തണം, പ്രകൃതിയോട് നടത്തണം, മരിക്കാൻ വേണ്ടി പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോ എന്താ, എല്ലാവർക്കും അഹിംസ രീതി എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. ഓക്കെ. അങ്ങനെയെങ്കിൽ ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജി നിസ്സാര പ്രസ്ഥാനത്ത് എന്താ ഒരു ഹിമാലയൻ മണ്ടത്തരം എന്ന് എന്ത് ചെയ്തു? വിളിച്ചു. ഇപ്പോഴും ആളുകൾ റെഡി ആയിട്ടില്ല. ലെറ്റ്സ് ടീച്ച് ദം, അവരെന്ത് ചെയ്യുക? പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ. എന്തൊക്കെ പറഞ്ഞാലും നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഒരുപാട് സ്വാധീനങ്ങളുണ്ട്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ അല്ലെ? രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തി. അയാളല്ലേ പറഞ്ഞ് കൊൽക്കട്ടയിൽ എത്തില്ല എന്നുള്ളത്. അതായത് ചില സ്ഥലങ്ങളിൽ എത്തിയില്ല, എങ്കിലും രാജ്യത്തിന്റെ മുക്കിലും മൂലം എന്ത് ചെയ്തു? എത്തി. എല്ലാവരെയും രാഷ്ട്രീയവൽക്കരിച്ചു. വലിയൊരു ജനസംഖ്യ എന്ത് ചെയ്തു? രാഷ്ട്രീയവൽക്കരിച്ചു. എന്ന് വെച്ചാൽ ഇപ്പൊ ബ്രിട്ടീഷുകാർ ഗോ ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ കൂടെ ഗോ ബാക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും. നേരത്തെ 10 ആളെ ഉള്ളെങ്കിൽ അത് 1000 ആളായിട്ട് എന്ത് ചെയ്തു? 1000 അല്ല, 16 ആയിട്ട് എന്ത് ചെയ്തു? മാറി. കരകൗശല തൊഴിലാളികൾ, കർഷകർ, വിദ്യാർത്ഥികൾ, നഗരത്തിലെ ദരിദ്രർ, പണക്കാരില്ലാട്ട, നഗരത്തിലെ ദരിദ്രർ, സ്ത്രീകൾ, വ്യാപാരികൾ തുടങ്ങിയ എല്ലാവരും എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. ഓക്കെ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്വദേശി സ്ഥാപനങ്ങൾ ഉണ്ടായി. അതായത് ബ്രിട്ടീഷുകാരുടെ സ്കൂൾ ഉണ്ട്, കോളേജ് ഉണ്ട്, അവിടെ പഠിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് പഠനം നിർത്താൻ പറ്റില്ലല്ലോ. നിങ്ങൾ പഠനം നിർത്തി കഴിഞ്ഞാൽ വീട്ടിൽ ആ പാടി വരില്ലേ, എന്താ സ്കൂളിൽ പോവാത്തെന്ന് ചോദിച്ചിട്ട്. അങ്ങനെയെങ്കിൽ ആ സ്കൂളിൽ പോവാത്ത ചോദിച്ചിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ദാ കിടക്കുന്നു സ്കൂൾ. ഓക്കെ. ഗുജറാത്ത് വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം,
ബംഗാൾ നാഷണൽ യൂണിവേഴ്സിറ്റി, ഓക്കെ, ജാമിയ മില്ലിയ ഇസ്ലാമിയ, നാഷണൽ മുസ്ലിം യൂണിവേഴ്സിറ്റി. ഇതൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് ഓക്കെ അല്ലെ. ജാമിയ മില്ലിയ ഇസ്ലാമിയ, നാഷണൽ മുസ്ലിം യൂണിവേഴ്സിറ്റിയും, ബംഗാൾ നാഷണൽ യൂണിവേഴ്സിറ്റി, ബീഹാർ വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം ഒക്കെ എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാ? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തോ കൊടുക്കുക, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നോട്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. ആദ്യം അവർ ഇന്ത്യ അറിയട്ടെ. മമ്മൂക്ക പറഞ്ഞ പോലെ പുസ്തകത്താളുകൾ നീ പഠിച്ചല്ല ഇന്ത്യ, ഓക്കെ അല്ലെ. എന്താ ദരിദ്രരുടെ ഇന്ത്യ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ ഇന്ത്യ, ബാക്കിയെല്ലാം എനിക്ക് മറന്നുപോയി. അതൊരു കുഴപ്പമല്ല, ഓക്കെ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് വേണ്ടത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ. എങ്കിൽ ഇന്ത്യക്കാർക്കിടയിൽ ഐക്യം വളർത്തി. ആരൊക്കെ തമ്മില്? ഹിന്ദു മുസ്ലിം ഐക്യം, രണ്ടാമത്തെ താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും ഉള്ള ഐക്യം, ഓക്കെ അല്ലെ. അതെ. എന്താണ് സാമ്പത്തിക മേഖല ഉണ്ടാകുന്ന പ്രത്യാഘാതം? ആരുടെ സാമ്പത്തിക മേഖല? ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക മേഖല. 1921 1922 ഇടയിൽ വിദേശ വസ്തുക്കൾ മൊത്തമായി ബഹിഷ്കരിക്കാൻ പറഞ്ഞോടെ വിദേശ തുണിയുടെ ഇറക്കുമതി എന്തായി? പകുതിയായി കുറഞ്ഞു. ഓക്കെ, പകുതിയായിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. പല സ്ഥലങ്ങളിലും വ്യാപാരികൾ 2 വർഷം ഉണ്ടല്ലോ അത്, ഓക്കെ അല്ലെ. വ്യാപാരികൾ വിദേശ വസ്തുക്കൾ എന്താ വ്യാപാരം ചെയ്യുന്നതിനോ വിദേശ വ്യാപാരത്തിന് ധനസഹായം ചെയ്യാൻ എന്ത് ചെയ്തു? വിസമ്മതിച്ചു. അങ്ങനെ 1922 നവംബറില് മുസ്തഫാൽ കമാൽ പാഷ. സാർ എന്താ പ്രശ്നം? എന്താ? നിസ്സഹകരണ പ്രസ്ഥാനം പരാജയപ്പെടാനും നിർത്തിവെക്കാനുള്ള കാര്യം മനസ്സിലായി. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കൂടെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനമില്ലേ? അതെന്താ നിർത്താനുള്ള കാരണം? അത് നിർത്താൻ ഒറ്റ കാരണമേ ഉള്ളൂ. തുർക്കിയെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റി. ഇസ്ലാമിക് രാഷ്ട്രമായിരുന്ന തുർക്കി ഇന്ന് ഇസ്ലാം പോയി, ഓക്കെ. പകരം ഇവിടെ എന്തായി? മതേതര രാഷ്ട്രമാക്കി മാറ്റി. മുസ്തഫ കമാൽ പാഷ എന്ന് പറഞ്ഞ വ്യക്തിയാണ് തുർക്കിയിൽ എന്താ ഇസ്ലാമിക് ഭരണത്തെ തകർത്ത് തരിപ്പണമാക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ എന്താണ്? എല്ലാവരും ലിബറലായി, ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാം, പർദ്ദ ഇടണോ ഇടാം, ഇടാതിരിക്കണോ ഇടാതിരിക്കാം, നോർമൽ ഡ്രസ് ഇടണോ ഇടാം, ശരീഅത്ത് ലോ വേണോ വേണ്ട, എന്താ നോർമൽ ലോ. എന്താ പഠിക്കാൻ പോകുന്നത്? ഓക്കെ, ഖുറാനാണോ? നോ, ഓക്കെ. ലിബറൽ എന്ത് ചെയ്യുക? കാര്യങ്ങൾ പഠിക്കുക. എല്ലാവർക്കും പഠിക്കാം, പെൺകുട്ടികൾക്കും പഠിക്കാം, ആൺകുട്ടികൾക്കും പഠിക്കാം, ഇല്ലാത്തവർക്കും പഠിക്കാം, ഉള്ളവർക്കും പഠിക്കാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരാണ് മുസ്തഫ കമാൽ പാഷ. അങ്ങനെ 1921 നവംബറിൽ ഖലീഫയും പോയി, ഇസ്ലാമും പോയി, എല്ലാം പോയി. പിന്നെ എന്തിനാ ഖിലാഫത്ത് പ്രസ്ഥാനം? ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി ഇവിടെ ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞിട്ട് എന്തില്ല, ഒരു പരിപാടി ഇല്ല. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ത് ചെയ്തു? നിർത്തിവെച്ചു. തുർക്കിയില് യൂറോപ്യൻ രീതിയിലുള്ള നിയമവ്യവസ്ഥ വന്നു. സ്ത്രീകൾക്ക് വിപുലമായ എന്ത് കിട്ടി? അവകാശങ്ങൾ കിട്ടി. വിദ്യാഭ്യാസം എന്ത് ചെയ്തു? ദേശസാൽക്കരിക്കപ്പെട്ടു. ആധുനിക കൃഷിയും വ്യവസായങ്ങളും കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ഇനി ഖിലാഫത്ത് പ്രസ്ഥാനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ, ഓക്കെ. അതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനിച്ച്? നമ്മൾ ഖിലാഫത്ത് പ്രസ്ഥാനം നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. എപ്പോഴാണ് സാർ നിർത്താൻ തീരുമാനിച്ച വർഷം? 1924 നമ്മൾ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ത് ചെയ്യുന്നത്? നിർത്തുന്നത്. അങ്ങനെ 1920 മെയ് മാസത്തിൽ തുർക്കിയുമായി ബ്രിട്ടീഷുകാർ സൈപ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഇത് തുർക്കിയെ രണ്ടായിട്ട് വിഭജിച്ചു, ഓക്കെ അല്ലെ. പൂർണ്ണമായിട്ട് എന്ത് ചെയ്ത്? അങ്ങോട്ട് വിഭജിച്ചു. അങ്ങനെ 1920 സെപ്റ്റംബർ കൽക്കട്ടയിൽ നടന്ന ഒരു പ്രത്യേക സമ്മേളനത്തിൽ വെച്ചിട്ട് സ്വരാജ് സ്ഥാപിക്കുന്നവരെ കോൺഗ്രസ് എന്ത് ചെയ്യും? ഒരു നിസ്സഹകരണ പ്രസ്ഥാനം നടത്തുന്നതായിരിക്കും. സ്വരാജ് കിട്ടിയില്ലെങ്കിൽ എന്തില്ല? നിസ്സഹകരണ പ്രസ്ഥാനമില്ല. സ്വരാജ് കിട്ടിയ എന്തായിരിക്കും? നിസ്സഹകരണ പ്രസ്ഥാനം ഉണ്ടാവും. ഈ രീതിയിലാണ് പ്രവർത്തനം ഉണ്ടാവാൻ വേണ്ടി പോകുന്നതെന്ന് തീരുമാനിച്ചു. ഇത് ചില പ്രധാന സംഭവങ്ങൾ പറയാൻ കേട്ടോ, ഓക്കെ അല്ലെ. തുർക്കിയെ പൂർണ്ണമായും വിഭജിച്ച ഉടമ്പടിയുടെ പേരാണ് സൈപ്രസ് ഉടമ്പടി, 1920 മെയ് മാസത്തില്. ഇതിനെതിരെയാണ് എന്ത് വരുന്നത്? നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നത്. അത്രയും കാര്യം ഓക്കെ അല്ലേ? അത്രയും കാര്യം രണ്ടാണല്ലോ, ഓക്കെ. കൊൽക്കട്ടയിലെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷന്റെ പേരാണ് ലാലാ ലജ്പത് റായ്. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ ഒരു സമ്മേളനം ചേർന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. അതിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കപ്പെടുന്നത്. നാഗ്പൂരിലെ നമ്മുടെ കോൺഗ്രസ് സമ്മേളനം പറഞ്ഞു, നമുക്ക് സംഘടനയിൽ എന്ത് ചെയ്യണം? ചില മാറ്റങ്ങൾ വരുത്തണം. എന്താണ് സാറേ മാറ്റം? സിമ്പിളായ മാറ്റമാണ്. ഇനി മുതൽ ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാവും, WCWC, ഓക്കെ. ഇതോടെ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് ഈ പരിപാടി. CWC, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. അതില് 15 അംഗങ്ങളാണ് ഉണ്ടാവുക. ഈ 15 അംഗങ്ങളായിരിക്കും ഇനി കോൺഗ്രസ് എന്ത് ചെയ്യാൻ പോകുന്നത്? തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യില്ല? തീരുമാനങ്ങൾ എടുക്കില്ല. അങ്ങനെ മാറ്റി, ഓക്കെ അല്ലെ. ഇനി നിസ്സഹകരണ പ്രസ്ഥാനം കഴിഞ്ഞു, എന്താ ചെയ്യുക? കോൺഗ്രസിനുള്ളിൽ ഒരു ആത്മപരിശോധന ഉണ്ടായി. നമ്മൾ ഇത്രയും ചെയ്തിട്ടും ഒന്നും നടന്നില്ലല്ലോ,
വൈ, എന്താ പ്രശ്നം? ഓക്കെ, അങ്ങനെയെങ്കിൽ മുതിർന്ന നേതാക്കൾക്ക് പകരം 2 യുവ നേതാക്കൾ പ്രാധാന്യം നേടി. അതിൽ പ്രധാനപ്പെട്ട യുവ നേതാക്കളാണ് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. അവര് പറഞ്ഞു, നമ്മളിപ്പോ ചെയ്യുന്ന രീതിയിൽ പോയാൽ ശരിയാവില്ല, നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ രീതി ഒന്ന് മാറ്റി പിടിക്കണം, കോൺഗ്രസിന് ആകെ എന്ത് ചെയ്യണം, ഒന്ന് ഉടച്ചു വാർക്കണം. അതിനാര് പറഞ്ഞ്? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസും പറഞ്ഞു. എങ്കിൽ സ്വാതന്ത്ര്യം നേടുന്നതിന് കൂടുതൽ സമൂലമായ സമീപനം ഉണ്ടാക്കണം. ഇനി ഇമാതിരി പരിപാടി ചെയ്യരുത്, കുറച്ചുകൂടി എന്ത് ചെയ്യണം, ലോജിക്കൽ ആയിട്ടുള്ള, അതേപോലെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള പരിപാടികൾ എന്ത് ചെയ്യണം, ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ അല്ലെ? എന്തൊക്കെ പറഞ്ഞാലും ഖാദി നമ്മൾ എന്ത് ചെയ്യില്ല, ഒഴിവാക്കില്ല. കോൺഗ്രസ് എന്ന് വെച്ചാ ഖാദി, ഖാദി എന്ന് വെച്ചാ കോൺഗ്രസ്, ഖാദി എന്ന് വെച്ചാൽ എന്താ, കൈ കൊണ്ട് നൂൽക്കുന്ന തുണി, അല്ല തുണിയല്ല, തുണി. ഓക്കെ, നമ്മുടെ തിലകൻ ചേട്ടനെ എപ്പോഴും ആലോചിക്കുക. തിലകൻ ചേട്ടൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എന്റെ സ്വന്തം ചർക്കയില്, സ്വന്തം വീട്ടില് ഇരുന്നിട്ട് ചെയ്യുന്ന തുണി മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് എനിക്ക് വേണ്ട. സാർ ഡ്രസ്സ് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, തിലകൻ ചേട്ടൻ പറഞ്ഞതാണ്. ഓക്കെ അല്ലെ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ ഗ്രാമീണ ശുചിത്വം എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്തുക, ചെയ്യാനുള്ള പരിപാടിയാണ്. തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാനുള്ള പരിപാടികൾക്ക് എന്ത് ചെയ്തു, ഗാന്ധി ശ്രദ്ധ ക്ഷണിച്ചു. അപ്പൊ ഗാന്ധിജി നിസ്സാര പ്രസ്ഥാനത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഗാന്ധിക്ക് മനസ്സിലായി, നമുക്ക് ഒരുവിധം ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഹിന്ദുക്കൾക്കിടയിൽ ഫുൾ അടിയാണ്. എന്താണ് ഈ ഹിന്ദുക്കൾക്കിടയിൽ അടിക്ക് കാരണം? ജാതിയാണ്. എങ്കിൽ ജാതി വ്യവസ്ഥ എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. മനസ്സിലായോ? ഗാന്ധിജിയുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യണം. അല്ലാതെ പോയിട്ട് ബ്രിട്ടീഷുകാർക്ക് പോയിട്ട് ഇന്നാ തായോ സ്വാതന്ത്ര്യം എന്ത് ചെയ്യില്ല, ബ്രിട്ടീഷുകാർ തരില്ല. അങ്ങനെ ബ്രിട്ടീഷുകാർ തരണമെങ്കിൽ ഓക്കെ, നമ്മൾ ഒരുമിച്ച് പറയണം. ഒരുമിച്ച് പറയണമെങ്കിൽ ഇന്ത്യക്കാർക്ക് ഉള്ളിൽ എന്ത് വേണം, ഐക്യം ഉണ്ടാവണം. ഇന്ത്യക്കാർക്കുള്ളിൽ ഐക്യം ഉണ്ടെങ്കിൽ മതവും ജാതിയും എന്ത് വേണം, ഇല്ലാതാവണം. ഐഡിയ മനസ്സിലാവണ്ട? ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുവോ? ഇല്ല. അപ്പൊ ഗാന്ധിജി എതിർക്കുന്നവരുണ്ട്, ഗാന്ധി എന്താ അനുകൂലിക്കുന്നവരുണ്ട്. ഓ, എതിർക്കുന്നവരായാലും അനുകൂലിക്കുന്നവരായാലും ഗാന്ധിജി ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം ഇല്ല. സമരത്തിന്റെ പ്രധാന തൂണാണ് എന്ത്, ഗാന്ധിജി. നിങ്ങൾക്ക് ഏത് വഴിയിലൂടെയും പോകാം, പക്ഷെ ഗാന്ധിജിയുടെ വഴി തന്നെയാണ് എന്ത് ചെയ്യുക, നിങ്ങൾ അവസാനത്തിൽ എത്തുക. അതിന് നിങ്ങൾ ഗാന്ധിജി എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. മമ്മൂക്കയുടെ ഡയലോഗ് ഞാൻ വീണ്ടും മാറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്കൂളിലോ പുസ്തകത്താളിലോ പഠിച്ച ഗാന്ധിജി അല്ല മക്കളെ ഗാന്ധിജി. യഥാർത്ഥ ഗാന്ധിജി ആരാന്ന് അറിഞ്ഞാൽ നിങ്ങൾ തല എന്ത് ചെയ്യും, വെടിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾ തല വെടിക്കുന്നുണ്ടാവും. കാരണം എന്താ, ഗാന്ധിയുടെ പരിപാടി കേട്ടിട്ട്. മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് ഗാന്ധിജി. അപ്പൊ ഗാന്ധി എന്താ ചെയ്യാൻ പോകുന്നത്? ഖാദി, കൈ കൊണ്ട് നുറുക്കുന്ന തുണി എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ഗ്രാമീണ ശുചിത്വം എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്തുക. തൊട്ടുകൂടായ്മ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. എന്നീ തുടങ്ങിയ നിർമ്മാണ പരിപാടികൾക്ക് എന്ത് ചെയ്തു, ഗാന്ധി ശ്രദ്ധ ക്ഷണിച്ചു. ശരി, അങ്ങനെ എന്താണ് ഗാന്ധിജിയുടെ ഈ സംഭവത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്ത് സംഭവത്തിന്റെ? ഈ തുണിയൊക്കെ ഉണ്ടാകുന്ന പരിപാടി എന്താ? സ്വാശ്രയത്വം കൊണ്ടുവരണം. സ്വാശ്രയത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. എങ്കിൽ പുറമെന്നുള്ള ആവശ്യമില്ലല്ലോ. അപ്പൊ വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യാം, എന്താ പറയാ, നമുക്ക് ബഹിഷ്കരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ ഉള്ളിൽ എന്താ, ഒരു അക്രമവാസനയുണ്ട്. ഒരടി അടിച്ചാൽ തിരിച്ച് ഒരടി അടിക്കാൻ താല്പര്യമുള്ളവരാണ് 90% ജനങ്ങളും. അവരെ കൊണ്ട് അഹിംസ, അടി കൊണ്ടാ തിരിച്ചു കൊള്ളണം എന്നൊക്കെ പറയണ്ടേ? അതിനുവേണ്ടി ജനങ്ങളെ സജ്ജരാക്കാൻ എന്ത് ചെയ്യണം, ഇത് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യ സമരം എങ്ങനെ നേടും എന്നൊരു കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ കുട്ടി ഉത്തരം പറയണത് എന്ത്? അഹിംസ. PSC പഠിക്കുന്ന ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയണത് എന്ത്? അഹിംസ. ഇയാൾ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഇന്ത്യക്കാരനും പറയണം എങ്ങനെയാണ് മക്കളെ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന സംഭവത്തിന്റെ പേരാണ് എന്ത്? അഹിംസ. അഹിംസയിലൂടെയാണ് എന്ത് കിട്ടുക? സ്വാതന്ത്ര്യം കിട്ടുക. ഇനി എന്റെ ഭാവി തന്ത്രങ്ങളെല്ലാം ആരുടെ? സാറുടെയാ? എന്റെ അല്ല. ഇനി ഗാന്ധിജിയുടെ ഭാവി തന്ത്രങ്ങളെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? അഹിംസയുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഫാന്റാസ്റ്റിക്. ഓക്കെ, എങ്കിൽ ഈ സമയത്ത് വിപ്ലവ പ്രസ്ഥാനം എന്ത് ചെയ്തു? ഉദിച്ചു. അതെന്താ വിപ്ലവ പ്രസ്ഥാനം ഉദിച്ചത്? അതിനുള്ള കാരണം നേരത്തെ തന്നെ പറഞ്ഞു. ഗാന്ധിജിയുടെ പരിപാടി എന്താ? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. വിപ്ലവ പ്രസ്ഥാനം എന്താ? ഇപ്പൊ കിട്ടണം. ഓക്കെ, ഇപ്പൊ സംഭവം ഉണ്ടാവണം. ഇന്ന് ചെടി വെച്ച് കഴിഞ്ഞാൽ നാളെ മാങ്ങ കിട്ടണം. ഗാന്ധി എന്താ പറയാ? ഇന്ന് ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 വർഷം കിട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ? മാങ്ങ കിട്ടുള്ളൂ. 10-15 വർഷം ഒന്നും വെയിറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. അതാണ് വിപ്ലവ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കിയത് വിപ്ലവ പ്രസ്ഥാനങ്ങൾ എന്താ? ഉദയം ഉണ്ടാക്കി. പ്രക്ഷോഭം അവസാനിപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ
ഒരുപാട് അനുയായികൾ എന്ത് ചെയ്തു, ഞങ്ങളെ ചതിച്ചു. ഓക്കെ, ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവൻ ത്യജിച്ചും നടത്തിയ ഈ പരിപാടി എന്ത് ചെയ്തു, ഞങ്ങൾ ഒഴിവാക്കി. അങ്ങനെയെങ്കിൽ ഇനി ഗാന്ധിജിയുടെ എന്ത് വേണ്ട ഞങ്ങൾക്ക്, എന്താ പറയാ, സമാധാനവും വേണ്ട, സത്യവും വേണ്ട. ഒരടിക്ക് ഒരടി. അവിടെ നിന്ന് ഒരു വെടിയാണെങ്കിൽ എന്താ, അവിടെ നിന്ന് രണ്ട് വെടി, ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇടുന്നതായിരിക്കും എന്ന് വിപ്ലവ പ്രസ്ഥാനം എന്ത് ചെയ്തു, പറഞ്ഞു. ഓക്കെ, എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാലോ? ചെയ്യാം. ചൗരി ചൗര സംഭവത്തിന് ശേഷം അറസ്റ്റിലായ ആളുകൾക്ക് ആരാണ് നിയമപരമായ പ്രതിരോധം നൽകിയത്? സോ അത് പഠിച്ചില്ല. ഈ ക്വസ്റ്റ്യനോട് പഠിച്ചാൽ മതി. ഓക്കെ, ഓപ്ഷൻ സി ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഖോജ ഹസൻ നിസാമി. അപ്പൊ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, അതേപോലെ ഖോജ ഹസൻ നിസാമി എന്നിവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചൗരി ചൗര സംഭവത്തിന് ശേഷം ആളുകൾ അറസ്റ്റിലായില്ലേ, 22 പോലീസുകാരെ കൊന്നതിന് അറസ്റ്റ് ആയില്ലേ, അവർക്ക് നിയമപരമായിട്ട് എന്താ പ്രതിരോധം നൽകണ്ടേ, അത് നൽകിയ വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ഓക്കെ അല്ലെ? അപ്പോ സ്വരാജ് പാർട്ടി ഉണ്ടാക്കി. എന്താ സാർ സ്വരാജ് പാർട്ടി ഉണ്ടാക്കിയത്? 1922 ഡിസംബറിൽ INC ഗയയിൽ സമ്മേളനം നടത്തി. ആ ഗയ സമ്മേളനത്തിന് ശേഷം 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി ഉണ്ടാക്കുന്നു. ഇതിന്റെ പേര് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്നും വിളിക്കാം. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്വരാജ് പാർട്ടി പൊന്നപ്പനാണെങ്കിൽ കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്താ, തങ്കപ്പനാണ്. നിങ്ങൾക്ക് പൊന്നപ്പം എന്ന് വിളിച്ചോ തങ്കപ്പം എന്ന് വിളിച്ചോ, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ അല്ലെ? ഈ സ്വരാജ് പാർട്ടി ഉണ്ടാക്കിയത് ആരാണ് സാറേ? ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്വരാജ് പാർട്ടി ഉണ്ടാക്കുന്നത്. 1923 ജനുവരി 1 എന്ത് നടക്കുന്നത് ആക്ച്വലി? ഓക്കെ, ഈ സ്വരാജ് പാർട്ടി ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് സ്വരാജ് പാർട്ടി ഉണ്ടാവുന്നത്? ഗാന്ധിജി ആരോടും പറയാതെ, ഒന്നും ചെയ്യാതെ, ചൗരി ചൗര ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തു, ഈ പരിപാടി നിർത്തിവെച്ചു. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, അപ്പൊ ഗാന്ധിയുടെ തീരുമാനത്തിൽ എന്താ, അതിർത്തിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിച്ചു പിരിഞ്ഞ്. ഓക്കെ, അപ്പൊ സ്വരാജ് പാർട്ടി എന്തായി, ഉണ്ടായി. ഇതിന്റെ ആദ്യ പ്രസിഡന്റിന്റെ പേരാണ് CR ദാസ്. ഓക്കെ, സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയുടെ പേരാണ് മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് അലഹബാദിലായിരുന്നു. 1923 സ്വരാജ് പാർട്ടിയിലെ വിത്തൽ ഭായ് പട്ടേൽ എന്ന് പറഞ്ഞ വ്യക്തി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് എന്ത് ചെയ്തു, തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതാണ് സ്വരാജ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ സംഭവം. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന ആവശ്യമാണെന്ന് പറഞ്ഞ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ പോകുന്ന പാർട്ടിയുടെ പേരാണെന്ത്, സ്വരാജ് പാർട്ടി. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? 1922 മുതൽ 1927 വരെ എന്താ സാർ ഈ വർഷം എങ്ങനെ എഴുതിയിരിക്കുന്നത്? അതായത് മക്കളെ, 1928 നിസ്സാര പ്രസ്ഥാനം കഴിഞ്ഞു. ഗാന്ധിജി ആണെങ്കിൽ ഗ്രാമങ്ങളിലെല്ലാം പോയിട്ട് എന്താ, ജനങ്ങളെ എല്ലാം ജാതി വ്യവസ്ഥയ്ക്ക് പ്രതികരിക്കാനും നഗരങ്ങളിലൊക്കെ പോയിട്ട് എന്താണ് സത്യം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും ഇരിക്കുകയാണ്. സ്വരാജ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് 1923. വിപ്ലവ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. അതേപോലെ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്തെങ്കിലും ആയിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക ചോദിച്ചാൽ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ വരുന്നത്. 1922 മുതൽ 1927 വരെക്കുള്ള കാലഘട്ടം സോഷ്യലിസത്തിന്റെ ഉദയമാണ്. സോഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൾ മാർക്സ് എന്താ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി, ഒരു പരിപാടി കിട്ടിയില്ലെങ്കിൽ എന്ത് വേണം, വിപ്ലവം കൊണ്ടുവരണം. ഓക്കെ, വിപ്ലവം ഇല്ലാതെ എന്ത് കിട്ടില്ല, പരിപാടി കിട്ടില്ല. വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എതിരാളി എന്ത് ചെയ്യണം, ഏത് വിധേനയും ഇല്ലാതാക്കണം. ഓക്കെ, ആ വിപ്ലവ പ്രസ്ഥാനത്തിന് പ്രധാനമായ പങ്കുവഹിച്ച വ്യക്തികളാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കുറയുകയും സോഷ്യലിസം എന്ത് ചെയ്തു, ഉദിക്കുകയും ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ് എന്ത് ചെയ്തു ആക്ച്വലി പ്രധാന പൊസിഷനിലേക്ക് വരികയും ചെയ്തു. എപ്പോ? 1922 ടു 1927. ഇപ്പൊ നമ്മുടെ എല്ലാവരും ഡൗൺ ആയിരിക്കുകയാണ്. ആ സമയത്തും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു വിലയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ തീ അണയാതെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇരിക്കുന്ന 3 പേരാണ്. ഓക്കെ അല്ലെ? ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ 1922 തൊട്ട് 27 വരെ ഒന്നും നടന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയേണ്ട കാര്യമാണ് സോഷ്യലിസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1920 എന്ത് ചെയ്ത്, സൈമൺ കമ്മീഷൻ വന്നത്. ഇവിടെ നിന്നാണ് കഥയിൽ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ട്വിസ്റ്റ്. ഓക്കെ, 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ എന്ത് ചെയ്തു, ഇന്ത്യയിലെത്തി. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ സൈമൺ കമ്മീഷൻ തങ്കപ്പനാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്താ, പൊന്നപ്പനാണ്, പൊന്നപ്പൻ. ഓക്കെ, അപ്പൊ ജോൺ സൈമന്റെ അധ്യക്ഷതയിൽ 7 പേരാണ്, 7 ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. എന്തിനാ അവര് വരുന്നത്?
ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ. അത് വരുന്ന 7 അംഗങ്ങളുടെ പേരാണ് ജോൺ സൈമൺ, ക്ലെമന്റ് ആറ്റ്ലി, ഹാരി ലെവി ലോസൺ, എഡ്വേർഡ് കാഡോഗൻ, വെർണോൺ ഹാർഷോൺ, ജോർജ് ലയൺ ഫോക്സ്, ഡൊണാൾഡ് ഹോവാർഡ്. ഇത്രയും മനസ്സിലായോ? ഈ 7 പേരാണ് വരുന്നത്. ഇവരുടെ പണി എന്താണ് ആക്ച്വലി എന്ന് പറയുന്നതിന് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ ഇതിലുണ്ടായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അത് ഞാൻ പറയാൻ കാരണം, ഈ ക്ലെമന്റ് ആറ്റ്ലിക്ക് ഇന്ത്യയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒരുപാട് കാരണമുണ്ട്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതും ഒക്കെ ബ്രിട്ടനിൽ എന്താ സാമ്പത്തികമായി പൊളിഞ്ഞത്, അങ്ങനെ ഒരുപാട് കാരണമുണ്ട്. അതിലൊരു കാരണമാണ് ക്ലെമന്റ് ആറ്റ്ലി. കാരണം ക്ലെമന്റ് ആറ്റ്ലി അല്ലാതെ വിൻസ്റ്റൺ ചർച്ചിലാണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. സ്വാതന്ത്ര്യം എന്തായാലും 1947 കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. ചിലപ്പോ 50ഓ 52 ഒക്കെ എന്താ ആയിട്ടുണ്ടാവും. ക്ലെമന്റ് ആറ്റ്ലി ഒരു ഇമ്പോർട്ടന്റ് ആളാണ്. അത്രയും മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ സൈമൺ കമ്മീഷൻ 1927 വന്നു. എന്തിനാ വന്നത്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് അവലോകനം ചെയ്യാൻ. ശരി, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് അവലോകനം ചെയ്യാൻ എപ്പോഴാ പറഞ്ഞത്? 10 വർഷം കഴിഞ്ഞിട്ടാണ് അവലോകനം ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. സർ, ചെറിയ കുട്ടിക്ക് പോലും അറിയാം 1919 10 കൂട്ടിക്കഴിഞ്ഞാൽ ഓക്കെ 1929 വരിക. സൈമൺ കമ്മീഷൻ വന്നിരിക്കുന്നത് 1927 2 വർഷം മുമ്പേ വരാനുള്ള കാരണം എന്താ? കാരണം ബ്രിട്ടനില് ലേബർ പാർട്ടി വിജയിക്കുന്നെന്താ ഏകദേശം ഉറപ്പായി. ഓക്കെ, ലേബർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ആര്? ക്ലെമന്റ് ആറ്റ്ലി. ലേബർ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ? ഇന്ത്യക്ക് അനുകൂലമായിരിക്കും. മനസ്സിലായോ? ഇന്ത്യക്ക് അനുകൂലമായ പാർട്ടിയാണ് ലേബർ പാർട്ടി, ഇന്ത്യക്കെതിരെയുള്ള പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി. കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ പേരാണ് വിൻസ്റ്റൺ ചർച്ചിൽ, ലേബർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ പേരാണ് ക്ലെമന്റ് ആറ്റ്ലി. അപ്പൊ എവിടെയെങ്കിലും ക്ലെമന്റ് ആറ്റ്ലി ഉണ്ടെങ്കിൽ ആ വർഷം എന്തായിരിക്കും? ഇന്ത്യക്ക് അനുകൂലമായിരിക്കും. എവിടെയെങ്കിലും വിൻസ്റ്റൺ ചർച്ചിൽ ഉണ്ടെങ്കിൽ ആ വർഷം എന്തായിരിക്കും? ഇന്ത്യക്കെതിരെ ആയിരിക്കും. ഓക്കെ അല്ലെ? അതുകൊണ്ട് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് നമുക്കൊന്ന് അവലോകനം ചെയ്യാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞായിരുന്നു. ആ പറഞ്ഞത് 10 വർഷമാണ്. എന്താണ് സാർ ഈ അവലോകനം? കുറെ കാലമായി സ്വയംഭരണം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ സ്വയംഭരണം എന്ത് ചെയ്യുന്നില്ല? തരണേ ഇല്ല. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഉണ്ടാക്കിയില്ലേ, 10 വർഷം നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ നോക്കട്ടെ. 10 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? മാർക്ക് ഇടാം. മാർക്ക് നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് തരുന്നതായിരിക്കും? സ്വരാജ് തരുന്നതായിരിക്കും. ആ മാർക്കിടാൻ വന്ന കമ്മീഷന്റെ പേരാണ് സൈമൺ കമ്മീഷൻ. അതിൽ ഉണ്ടായിരുന്ന എന്താ അംഗങ്ങളാണ് 7 അംഗങ്ങൾ. ഇവരാണ് മാർക്കിടാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു പറ്റില്ല. മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് പറ്റില്ല. ഓക്കെ, അതിന് കാരണം എന്താ? നമുക്ക് മാർക്കിടാൻ വരുന്നതിൽ നമ്മുടെ ആരും ഇല്ല. നമ്മുടെ ആരെങ്കിലും വേണ്ടേ? ഇതിലാരില്ല, ഒരു ഇന്ത്യക്കാരൻ കൂടി ഇല്ല. നമുക്ക് സ്വരാജ് തരാൻ വേണ്ടിയിട്ട് വെള്ളക്കാർ മാത്രം വന്നിട്ട് എങ്ങനെ ശരിയാവുക? നമുക്ക് ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കാർ മാത്രം വന്ന് എങ്ങനെ ശരിയാവുക? അത് ഇന്ത്യക്കാരല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് INCയും പറഞ്ഞു സൈമൺ ഗോ ബാക്ക്. ഓക്കെ, മുഹമ്മദ് അലി ജിന്നയും പറഞ്ഞു എന്ത്? സൈമൺ ഗോ ബാക്ക്. ഇരുവരും എന്ത് ചെയ്തു? കമ്മീഷൻ ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ കാരണം കമ്മീഷനിൽ എന്താണ്? ഇന്ത്യക്കാർ ഇല്ലാത്തതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ കമ്മീഷൻ ബോംബെയിൽ വന്നിറങ്ങിയപ്പോൾ കരിങ്കൊടികൾ വന്നു. സൈമൺ ഗോ ബാക്ക് എന്നത് എന്താ? മുദ്രാവാക്യങ്ങൾ വന്നു. ഇതെല്ലാം എന്ത് ചെയ്തു? വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം സൃഷ്ടിച്ച വ്യക്തിയുടെ പേരാണ് യൂസഫ് മെഹർ അലി. ഓക്കെ, സൈമൺ കമ്മീഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വൈറ്റ് മാൻ കമ്മീഷൻ. വൈറ്റ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കാരുടെ കമ്മീഷൻ ആണ് എന്ത് ചെയ്യുക? ഇതിനെ വിളിക്കുക. അങ്ങനെ 1927 മദ്രാസ് കോൺഗ്രസ് യോഗം എന്ത് ചെയ്തു? സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കി. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ആ 1927 മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷന്റെ പേരാണ് MA അൻസാരി. ഓക്കെ, അതേ മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെ ടി പ്രകാശം എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വം എന്ത് ചെയ്തു? പ്രതിഷേധ പഠനം നടന്നു. ഈ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധ പഠനം നടത്തുന്നതിനെതിരെ കേണൽ സാൻഡേഴ്സൺ ലാലാ ലജപത് റായ് എന്ത് ചെയ്തു? അടിച്ചെന്ത് ചെയ്തു? കൊലപ്പെടുത്തി. ഈ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യണം. ഓക്കെ, തീർച്ചയായും ചെയ്യണം. അപ്പൊ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരൊക്കെ എന്ത് ചെയ്തു? അങ്ങോട്ട് കേണൽ ആൻഡേഴ്സൺ അങ്ങോട്ട് തട്ടി. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. സൈമൺ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് 1930 എന്ത് ചെയ്തു? പ്രസിദ്ധീകരിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സൈമൺ കമ്മീഷനെ കുറിച്ചൊരു ഐഡിയ ആയില്ലേ? ആയി. ഓക്കെ അല്ലെ? സൈമൺ കമ്മീഷൻ നിയമിച്ചപ്പോൾ
ലോർഡ് ഇർവിൻ ആയിരുന്നു വൈസ്രോയ്, ലോർഡ് ബ്രിക്കൻ ഹെഡ് ആയിരുന്നു ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ രണ്ട് പോസ്റ്റ് ഉണ്ട്. ഒരു പോസ്റ്റിന്റെ പേരാണ് വൈസ്രോയ്, ഒരു പോസ്റ്റിന്റെ പേരാണ് എന്ത്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ ഭരിക്കാൻ പോകുന്ന രണ്ടാളുകളാണ്, ഒരാള് വൈസ്രോയ്, ഒരാള് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സിമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് സാർമാരുണ്ടെന്ന് വിചാരിക്കുക. ഒരാള് ഓഫ്ലൈൻ ആയി വന്ന് പഠിപ്പിക്കും, ഓഫ്ലൈൻ എന്ന് വെച്ചാൽ ഞങ്ങൾ നേരിട്ട് വന്ന് പഠിപ്പിക്കും. ഒരാൾ എന്താ, ഓൺലൈൻ ആയിട്ട് വരിക. ഇതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആരായിരിക്കും? ഓബിയസ്ലി ഓഫ്ലൈൻ വരുന്ന ആള്. ഇപ്പൊ ഓൺലൈനിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യണോ, ചിപ്സ് കഴിക്കുകയാണോ, അല്ലെങ്കിൽ ഉറങ്ങുകയാണോ, എനിക്ക് അറിയില്ല. പക്ഷെ ഓഫ്ലൈനിൽ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം അറിയാം. പക്ഷെ രണ്ടുപേരും സാറല്ലേ, രണ്ടുപേരും ഒരു കാര്യമല്ലേ ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോർഡ് ഇർവിനായ വൈസ്രോയ് അല്ല, വൈസ്രോയ് ആയ ലോർഡ് ഇർവിൻ ഇന്ത്യയിലിരിക്കും. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ ലോർഡ് ബ്രിക്കൻ ഹെഡ് എവിടെ ഇരിക്കും? ലണ്ടനിൽ ഇരിക്കും. രണ്ടുപേർക്ക് ഒരേ പവർ ആണെങ്കിലും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ ബ്രിക്കൻ ഹെഡ് ലണ്ടനിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലി പപ്പേ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറയാലോ. അതെ, പക്ഷെ ലോർഡ് ഇർവിൻ ഇവിടെയല്ലേ. ലോർഡ് ഇർവിന് കംപ്ലി പപ്പേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ലോർഡ് ഇർവിൻ എന്താ, ഇത്തിരി മോളില്, ലോർഡ് ബ്രിക്കൻ ഹെഡ് എന്താ, ഇത്തിരി താഴെ. അത്രയേ ഉള്ളൂ. ലോർഡ് ബ്രിക്കൻ ഹെഡ് ആണ് സൈമൺ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, നിയമിക്കുന്നത്. ഈ സൈമൺ കമ്മീഷൻ എന്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു? ഡയറാർക്കി, ദ്വിഭരണം എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. ഓക്കെ. ഗവർണർമാർക്ക് പ്രത്യേക അധികാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ പ്രവിശ്യ സ്വയംഭരണം എന്ത് ചെയ്യുക, നൽകുക. അതായത് പ്രവിശ്യ എന്ന് വെച്ചാൽ എന്താ, ബ്രിട്ടീഷുകാര് നേരിട്ട് ഭരിക്കുന്ന സ്ഥലം. അങ്ങനെ പ്രവിശ്യകൾക്ക് എന്ത് കൊടുക്കുന്നതായിരിക്കും, കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതായിരിക്കും. ദ്വിഭരണ സംവിധാനം എന്ത് ചെയ്യുന്നതായിരിക്കും, നിർത്തലാക്കുന്നതായിരിക്കും. അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കുന്നത് രണ്ട് വിഭാഗമായിട്ടാണ്, ഒന്ന് പ്രവിശ്യ, ഒന്ന് നാട്ടുരാജ്യം. എന്റെ ഫേവറേറ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്. അവിടെ ഒരു രാജാവ് ഉണ്ടാവും, അവിടെ ബ്രിട്ടീഷുകാർ ഒരു റെസിഡന്റിനെ വെച്ചിട്ടുണ്ടാവും. ആ റെസിഡന്റിലൂടെയാണ് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. പക്ഷെ മലബാറിൽ എന്തില്ല, മലബാർ രാജവംശം ഇല്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ എന്താ, ഡയറക്റ്റ് ആയിട്ട് ഭരിക്കുകയാണ്. അതുകൊണ്ട് മലബാർ എന്നുള്ള എന്ത് വിളിക്കും, പ്രവിശ്യ. തിരുവിതാംകൂറിനെയും കൊച്ചിനെ എന്ത് വിളിക്കും, നാട്ടുരാജ്യം. അപ്പൊ ഈ ഇന്ത്യൻ പ്രവിശ്യയും ഇന്ത്യൻ നാട്ടുരാജ്യം ഉൾപ്പെടുത്തി ഒരു ഫെഡറൽ സംവിധാനം എന്ത് ചെയ്യും, സ്ഥാപിക്കും. സർ, നല്ല നല്ല കാര്യങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പിന്നെന്താ പ്രശ്നം എന്താ? ആ പ്രശ്നത്തേക്ക് വരുന്ന നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. സൈമൺ കമ്മീഷന്റെ ശുപാർശകളെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ എ, പ്രവിശ്യകളിൽ ദ്വിഭരണം മാറ്റി ഉത്തരവാദിത്ത സർക്കാർ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തു. ബി, ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഒരു ഇന്റർ പ്രൊവിൻഷ്യൽ കൗൺസിൽ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. ഇല്ലല്ലോ. കേന്ദ്രത്തിലെ ദ്വിമണ്ഡല ഘടന നിർത്തലാക്കാൻ എന്ത് ചെയ്യുന്നു, നിർദ്ദേശിക്കപ്പെടുന്നു. ഓപ്ഷൻ ഡി, ബ്രിട്ടീഷ് പോലീസ് സേനയിൽ ചേരുന്നവർക്ക് ഇന്ത്യൻ പോലീസ് സേനയെ അപേക്ഷിച്ച് കൂടുതൽ ശമ്പളവും അലവൻസുകളും നൽകുന്ന ഒരു ഇന്ത്യൻ പോലീസ് സർവീസ് സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്തു. ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ, എങ്കിൽ പ്രവിശ്യകളിൽ ദ്വിഭരണം മാറ്റി എന്താ, ഉത്തരവാദിത്ത സർക്കാർ സ്ഥാപിക്കണം തീരുമാനിച്ചു. അപ്പൊ ദ്വിഭരണം മാറ്റുക, ഓക്കെ, ദ്വിഭരണം നിർത്തലാക്കാനും ഗവർണർമാർക്ക് പ്രത്യേക അധികാരം നിലനിർത്തി കൂടുതൽ പ്രവിശ്യ സ്വയംഭരണം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രവിശ്യകളിലാണ് ഇതെല്ലാം ചെയ്യാൻ പോണത്. കേന്ദ്രം എന്ന് പറഞ്ഞാൽ എവിടെയാ, അങ്ങ് ഡൽഹിയിലാണ്. കേന്ദ്രത്തിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഇത്രയും കാര്യമൊക്കെ അല്ലേ. അതുകൊണ്ടാണ് ഓപ്ഷൻ സി വരാതെ ഏത് വന്നത്, ഓപ്ഷൻ എ വന്നിട്ടുണ്ടായിരുന്നത്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തിയത് എന്തുകൊണ്ട്? ഓക്കെ, ഓപ്ഷൻ എ, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പുനഃപരിശോധിക്കാൻ ഇന്ത്യക്കാർ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഇന്ത്യക്കാർ ആഗ്രഹിച്ചുകൊണ്ടല്ലേ 10 വർഷം കഴിഞ്ഞ് പുനഃപരിശോധിക്കാന്ന് പറഞ്ഞത്. ബി, പ്രവിശ്യകളിലെ ദ്വിഭരണം നിലനിർത്താൻ സൈമൺ കമ്മീഷൻ ശുപാർശ ചെയ്തു. അതൊരു പ്രശ്നമല്ലല്ലോ. സി, സൈമൺ കമ്മീഷൻ ഒരു ഇന്ത്യക്കാരും പോലും ഉണ്ടായിരുന്നില്ല. കറക്റ്റ്. ഇന്ത്യ വിഭജനം നിർദ്ദേശിച്ച സൈമൺ കമ്മീഷനാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന 1927 ഇന്ത്യയെ വിഭജിക്കണമെങ്കിൽ 1947 ആവണം. ഓക്കെ, അത് സൈമൺ കമ്മീഷൻ ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. എങ്കിൽ ഏത് ഓപ്ഷൻ ചെക്ക് ചെയ്യും? കറക്റ്റ്, ഓപ്ഷൻ സി. ഓക്കെ, എങ്കിൽ നെഹ്റു റിപ്പോർട്ട്. അപ്പൊ ലോർഡ് ബ്രിക്കൻ ഹെഡ് 1924 മുതൽ 1928 വരെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ് എന്താ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ആരാണത്? അങ്ങ് ലണ്ടനിൽ ഇരുന്നിട്ട് ഇന്ത്യ ഭരിക്കുന്ന വ്യക്തി. അപ്പൊ ഈ പുള്ളിയാണ് സൈമൺ കമ്മീഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ പുള്ളി ഇവിടെ കൊണ്ടുവന്ന് ഈ പരിപാടിയെല്ലാം ചെയ്തപ്പോ ഇന്ത്യ നേതാക്കൾ എന്ത് പറഞ്ഞു? സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞു.
പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. ഇയാൾക്ക് ദേഷ്യം വന്നു. എങ്കിൽ ഇയാളോട് ചലഞ്ച് ചെയ്തു. എന്താ ചലഞ്ച്? ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാൻ എന്താ നിങ്ങൾ കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക? തയ്യാറാക്കുക. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? സ്വരാജ് തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ നേതാക്കൾ പറഞ്ഞു, ഇന്ത്യക്ക് 14-ാം ദിവസം കളരി പരമ്പര ദൈവങ്ങളാണ്, പാറമേക്കാവിൽ അമ്മയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു ഭരണഘടനയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യും? വരും. ഇത് സത്യം, സത്യം, സത്യം. അങ്ങനെ സത്യം ചെയ്തു. അപ്പൊ ലോർഡ് ബ്രിക്കൻ എന്ന് പറഞ്ഞു നടന്ന്. ഇവിടെ ഇഷ്ടം പോലെ രാഷ്ട്രീയ കക്ഷി, ഇഷ്ടം പോലെ എന്താ പ്രശ്നമാണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പൊതുവായ പാത കണ്ടെത്താൻ പറ്റില്ല എന്ന് എന്ത് ചെയ്തു? അങ്ങോട്ട് കളിയാക്കി. ഇന്ത്യൻ നേതാക്കൾ എന്ത് പറഞ്ഞ് ഈ വെല്ലുവിളി ഏറ്റെടുത്തു. അതിനു വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ പേരാണ് എന്ത്? നെഹ്റു കമ്മിറ്റി. അവരുണ്ടാക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനയുടെ രൂപരേഖയാണ് എന്ത്? നെഹ്റു റിപ്പോർട്ട്. ഈ നെഹ്റു കമ്മിറ്റിയുടെ തലവന്റെ പേരാണ് മോത്തിലാൽ നെഹ്റു. അങ്ങനെ 1928 സർവകക്ഷി സമ്മേളനം ചേർന്നു. ഒരു കക്ഷിയല്ല കേട്ടോ, എല്ലാവരും എന്ത് ചെയ്തു? ചേർന്നു. എന്നിട്ട് ഇന്ത്യക്ക് ഒരു ഭരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നെഹ്റു കമ്മിറ്റി രൂപീകരിച്ചു. ഇതിന്റെ സെക്രട്ടറി ആരാ? ജവഹർലാൽ നെഹ്റു. ഇതിന്റെ പ്രസിഡന്റ് ആരാ? മോത്തിലാൽ നെഹ്റു. 2 നെഹ്റു ഉണ്ടല്ലോ സാറേ. നെഹ്റു കമ്മിറ്റി അല്ലെങ്കിൽ നെഹ്റു റിപ്പോർട്ടിലെ നെഹ്റു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന നെഹ്റുവിന്റെ പേരാണ് മോത്തിലാൽ നെഹ്റു, അല്ല ജവഹർലാൽ നെഹ്റു അല്ല. പക്ഷെ ജവഹർലാൽ നെഹ്റു അവിടെ ഉണ്ടായിരുന്നു. എന്തായിട്ട്? സെക്രട്ടറി ആയിട്ട്. അത് മാത്രം എന്ത് ചെയ്യുക? ഓർമ്മിച്ചു വെക്കാം. എങ്കിൽ കമ്മിറ്റിയുടെ കരട് ഭരണഘടനയെ നെഹ്റു റിപ്പോർട്ട് അല്ലെങ്കിൽ എന്താ? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് വിളിച്ചിരുന്നത്. ഇത്തരം കാര്യം അല്ലേ? അതെ. അപ്പൊ ഈ കമ്മിറ്റിയുടെ കരട് ഭരണഘടന നമ്മൾ വിളിച്ചു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് ചെയ്തു? വിളിച്ചു. ഇതാണ് ഇന്ത്യക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആദ്യത്തെ എന്താ? ഇന്ത്യക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടന. 1928 ഓഗസ്റ്റ് 28 ലക്നൌവിൽ അങ്ങനെ സർവകക്ഷി വിളിച്ചു. സർവകക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, അംബേദ്കറുടെ പാർട്ടി ഉണ്ട്, ജസ്റ്റിസ് പാർട്ടി ഉണ്ട്, എന്താ CPM ഉണ്ട്, CPM ആയിട്ടില്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് പാർട്ടികൾ ഉണ്ട്. കാര്യം മനസ്സിലായി. അപ്പൊ നെഹ്റു റിപ്പോർട്ടിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാർ നിർമ്മിച്ച ആദ്യത്തെ ഭരണഘടനയുടെ രൂപരേഖയാണ് എന്ത്? നെഹ്റു റിപ്പോർട്ട്. അപ്പൊ നിങ്ങൾ തന്നെ പറ, ആരാ ചലഞ്ച് ചെയ്തത്? ലോർഡ് ബ്രിക്കൻ ഹെഡ്. എന്താ ചലഞ്ച് ചെയ്തത്? നിങ്ങൾ ഭരണഘടന ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഒരു എന്ത് ക്രിയേറ്റ് ചെയ്യും? എന്താ ക്രിയേറ്റ് ചെയ്യുക? സ്വരാജ് തരുന്നതായിരിക്കും. ഭരണഘടന ഉണ്ടാക്കി 14-ാം ദിവസത്തിനുള്ളിൽ കിടക്കുന്നു എന്ത്? ഭരണഘടന. കറക്റ്റ് 14 ദിവസം. ഒരു പ്രാസത്തിന് പറഞ്ഞാണ്. കളരി പറയുന്ന ദൈവങ്ങൾ 14 ദിവസം അല്ലേ? അതുകൊണ്ട് പറഞ്ഞാണ്. അല്ല അപ്പൊ ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. എങ്കിൽ ഇപ്പൊ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഭരണഘടന ഉണ്ടാക്കി, ഞങ്ങൾക്ക് എന്ത് വേണം? സ്വയം ഭരണം തരൂ, തരൂ, തരൂ. അമ്മേ ആര് പറഞ്ഞു? ഇന്ത്യക്കാര് പറഞ്ഞു. ക്ഷീണിച്ചു. അങ്ങനെ 1929 ഡിസംബർ 31 എന്ത് പറഞ്ഞേ? ലാസ്റ്റ് ഡേ. നിങ്ങൾ സ്വയം ഭരണം തരിക, തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ, തന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കും. ഇനി ഞങ്ങൾക്ക് സ്വയം ഭരണം വേണ്ട, ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ടത്? പൂർണ്ണ സ്വരാജാണ് വേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്, സർ എന്താ സ്വയം ഭരണം, എന്താ പൂർണ്ണ സ്വരാജ്? അപ്പൊ സ്വയം ഭരണവും പൂർണ്ണ സ്വരാജും ഡിഫറെന്റ് ആണോ? സ്വരാജും പൂർണ്ണ സ്വരാജും ഡിഫറെന്റ് ആണോ? യെസ്, ഓബിയസ്ലി സ്വരാജും പൂർണ്ണ സ്വരാജും എന്താ? ഡിഫറെന്റ് ആണ്. അങ്ങനെ 1929 ലാഹോർ സമ്മേളനത്തില് ഈ നിർദ്ദേശം അംഗീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? കോൺഗ്രസ് തീരുമാനിച്ചു എന്ത്? പൂർണ്ണ സ്വരാജ്. അപ്പൊ പൂർണ്ണ സ്വരാജ് എന്താണ്, ഏതാണ് ചെയ്തത്? അതിനുശേഷം ഗാന്ധി എന്താണ്? സിവിൽ നിയമന പ്രസ്ഥാനം ആരംഭിക്കുന്നു. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.